നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊള്ളുകയാണ്. വയനാട് ശക്തി പ്രകടനം നടത്തി LDF കരുത്തു കാട്ടുന്നു. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസ് ജില്ലയ്ക്ക് പുറത്തു നിന്നും ആളെ ഇറക്കി റോഡ് ഷോ നടത്തിയപ്പോൾ ആ മണ്ഡലത്തിൽ മാത്രമുള്ള പ്രവർത്തകരെ ഇറക്കിയാണ് LDF മറുപടി നൽകിയിരിക്കുന്നത്. ഇന്നത്തെ റോഡ് ഷോ LDF പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസവും ആവേശവുമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ അടിയും തിരിച്ചടിയുമൊക്കെയായി സ്ഥാനാർത്ഥികളും മുന്നണികളും കളം നിറയുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രത്യേക പരിപാടിയായ അങ്കച്ചൂടിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ BJPക്ക് വോട്ട് മറിക്കുന്നു എന്ന ആക്ഷേപം സ്ഥിരീകരിച്ച് ശശി തരൂരും രംഗത്തെത്തിയിരിക്കുന്നു. സംഭവത്തിൽ ശശി തരൂർ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി. ഒരു വിഭാഗം നേതാക്കൾ പ്രചരണ രംഗത്ത് നിന്നും വിട്ടുനിൽക്കുന്നുവെന്നും പ്രചരണം ഏകോപനമില്ലാതെ മെല്ലെ മുന്നോട്ട് പോവുകയാണെന്നും തരൂർ പരാതിയിൽ പറയുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാക്കൾ പണം വാങ്ങി BJPക്ക് വോട്ട് മറിക്കുന്നു എന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണം നിലനിൽക്കെയാണ് ശശി തരൂർ ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ത്രികോണ മത്സരം ഏറ്റവും ശക്തമായി നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി തന്നെയാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ വോട്ട് കച്ചവടത്തിനായി കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ശശി തരൂരിന്റെ പ്രധാന പരാതി. ഇത് സംബന്ധിച്ച പരാതി അദ്ദേഹം AICCയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. AICC വർക്കിംഗ് ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാലിനെയും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെയുമാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. വട്ടിയൂർക്കാവ് നിയമം തുടങ്ങി BJPക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലയിൽ പോലും സ്ക്വാഡ് പ്രവർത്തനം പോലും നടത്താൻ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. പ്രചരണത്തിൽ മെല്ലെപ്പോക്കാണ് പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പ്രചരണങ്ങൾക്കായി പ്രാദേശിക നേതൃത്വവും നേതാക്കന്മാരും രംഗത്തിറങ്ങുന്നില്ല എന്നുള്ള പ്രധാന ആക്ഷേപമാണ് ശശി തരൂർ പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. വലിയ തോതിൽ പണം വാങ്ങി BJPക്ക് വോട്ടുമറിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന് ഇടതുപക്ഷം വലിയ തോതിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് UDF സ്ഥാനാർത്ഥി തന്നെ ഇത് സംബന്ധിച്ച് പരോക്ഷമായി പരാമർശിക്കുന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം മണ്ഡലങ്ങളിൽ വ്യക്തമായി BJPക്ക് ഭൂരിപക്ഷം വലിയ തോതിൽ സ്വാധീനമുള്ള പ്രദേശമാണ്. നേമത്ത് നിയമസഭാ മണ്ഡലത്തിൽ BJPയുടെ MLA കൂടിയാണ്. ഇങ്ങനെയുള്ള ഈ ഘട്ടത്തിൽ യാതൊരു തരത്തിലും പ്രചരണത്തിന് രംഗത്തിറക്കാതെയും പ്രവർത്തകരെ കളത്തിലിറക്കാതെയും BJPക്ക് അനുകൂലമായ ഒരു വോട്ട് തരംഗം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രാദേശിക നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കുന്നത് എന്നാണ് ശശി തരൂരിന്റെ ആരോപണം. എന്തായാലും ഏകദേശം 200 കോടി രൂപയോളമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും ചുരുങ്ങിയത് BJP ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചില സൂചനകളും പല ഭാഗങ്ങളിൽ നിന്നായി വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം UDF സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം DCC ജനറൽ സെക്രട്ടറി കൂടിയായ തമ്പാനൂർ സതീഷ് ഇത്തരത്തിൽ RSS ആയി പ്രവർത്തിക്കുന്ന കോൺഗ്രസുകാർ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇതിന് തുടർച്ചയെന്നോണം മറ്റൊരു DCC സെക്രട്ടറി BJPയിലേക്ക് ചേക്കേറുകയും ചെയ്തു. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് BJPയിൽ നിന്നും പണം പറ്റിക്കൊണ്ട് പ്രവർത്തകരും നേതാക്കളും പ്രവർത്തിക്കുന്നു എന്നുള്ള പരാതി പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് ശശി തരൂർ നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനത്തിന് പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നും തുടക്കമായി. മികച്ച സ്വീകാര്യതയാണ് വീണ ജോർജിന്റെ 3ാം ഘട്ട പര്യടനത്തിനും ലഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ മണ്ഡലത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി ഇടതുമുന്നണിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചൂടേറും. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനം ഇന്ന് ആരംഭിച്ചു. പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നാണ് വീണ ജോർജിന്റെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത്. കഴിഞ്ഞ 2 പര്യടനങ്ങളെ പോലെ തന്നെ വീണ ജോർജിന്റെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനം വൻ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥം ഒരിക്കലും കോൺഗ്രസിനെ സഹായിക്കില്ല എന്നും അതേസമയം BJPയുടെ കുതന്ത്രങ്ങളെല്ലാം തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും വീണ ജോർജ് പറയുകയുണ്ടായി. കൂടാതെ തന്നെ ഇടതുപക്ഷം എല്ലായ്പ്പോഴും വർഗീയതയ്ക്കെതിരാണ്, അതോടൊപ്പം തന്നെ വികസനത്തിനൊപ്പമാണ് ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ ഇരുകൈ നീട്ടി ജനങ്ങൾ സ്വീകരിക്കുമെന്ന് വീണ ജോർജ് കൈരളി TVയോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി വന്നാൽ ഇവിടെ വോട്ടുകൾ മാറുമെന്ന് പറയുന്നതൊക്കെ ശരിയല്ല. കാരണം ന്യൂനപക്ഷങ്ങളെ എന്നും സഹായിക്കുന്നതോ അല്ലെങ്കിൽ കൃത്യമായ നിലപാട് വർഗീയതയ്ക്കെതിരെ എടുക്കുന്നത് ഇവിടെ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് വർഗീയതയ്ക്കെതിരെയുള്ളതാണ്. അത് ഇപ്പം ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ഇടപെടുന്നതും RSSന്റെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നതും ഇടതുപക്ഷം മാത്രമാണ്. ഒട്ടേറെ സംഭവങ്ങൾ ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ
ആറന്മുള മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ 4-5 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ളവരെ കാണാൻ പറ്റുള്ളൂ. ആദ്യം ആ സമയത്ത് അവിടെ ചെല്ലുന്നതും ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും ഇടതുപക്ഷം തന്നെയാണ്. രണ്ടാമത് BJP ഈ പറയുന്ന നിർത്തിയെന്ന് പറയുന്ന അപരസ്ഥാനാർത്ഥി നിർത്തിയെന്ന് പറയുമ്പോൾ തന്നെ അവർ ആരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ അവരെ ഭയപ്പെടുത്തുന്നതെന്നുള്ളത് അല്ലെങ്കിൽ അവർ ഭയക്കുന്നതെന്നുള്ളത് അതിലൂടെ വ്യക്തമാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നുള്ളത് അവർക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ ഏതെങ്കിലും രീതിയിൽ ആ വോട്ടുകൾ മാറ്റാൻ വരുമോ എന്നൊക്കെയുള്ള ശ്രമങ്ങളും കുതന്ത്രങ്ങളുമാണ് അവർ നടത്തുന്നത്. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആനി രാജയും പ്രകാശ് കാരാട്ടും സുഭാഷ് നിയാരിയും ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുന്നതോടെ ഇടതുമുന്നണിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്കും ചൂടേറും. മധ്യകേരളത്തിലും തെരഞ്ഞെടുപ്പ് ചൂടേറിയിരിക്കുകയാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ദേശീയ നേതാക്കളുടെ സാന്നിധ്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ബൃന്ദ കാരാട്ടിനും ശേഷം ഇപ്പോൾ എസ് രാമചന്ദ്രൻ പിള്ളയാണ് എറണാകുളത്തെത്തിയിരിക്കുന്നത്. രാജീവിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച 3 പൊതുയോഗങ്ങളിലാണ് SRP സംസാരിച്ചത്. കാണാം കൊച്ചിയിൽ നിന്നും ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. എറണാകുളം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി P. രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് CPIM PB അംഗം എസ് രാമേന്ദ്രൻപിള്ള ഇന്ന് ജില്ലയിലെത്തിയത്. എറണാകുളം മണ്ഡലത്തിലെ 3 കേന്ദ്രങ്ങളിലാണ് അദ്ദേഹം പ്രധാനമായും സംസാരിച്ചത്. BJPക്കെതിരെയും കോൺഗ്രസിൻ്റെ വികലമായ നയങ്ങളെക്കുറിച്ചും രൂക്ഷമായ ഭാഷയിലാണ് SRP സംസാരിച്ചത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് കോടതിയുടെയും പാർലമെൻറ്റിൻ്റെയും അധികാരം BJP സർക്കാർ കവർന്നെടുക്കുകയാണ്, ഒപ്പം തന്നെ പൊതുസ്ഥാപനങ്ങളെയും BJP ദുരുപയോഗം ചെയ്യുകയാണ് എന്നും SRP പറയുകയുണ്ടായി. രാഷ്ട്രീയ വഞ്ചന നടത്തുന്ന ഒരു പറ്റം നേതാക്കന്മാർ നയിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും SRP വിമർശിച്ചു. ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നത് കോടതിയാണ്, നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് കോടതിയാണ്, സർക്കാർ ഉത്തരവുകൾ ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നതും കോടതിയാണ്. എന്നാൽ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനിടയിൽ കോടതിയുടെ അധികാരവും അവകാശവും കവർന്നെടുക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിച്ചു. കോടതിയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഈ ഗവൺമെൻറ് സമ്മതിച്ചില്ല. ഇടത് സ്ഥാനാർത്ഥി P. രാജീവിൻ്റെ ഇന്നത്തെ പര്യടനം വൈപ്പിൻ മണ്ഡലത്തിലായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹം വൈപ്പിനിൽ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയുണ്ടായി. അതേസമയം UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ ഇന്ന് ഉച്ചവരെയുള്ള പ്രചാരണ പരിപാടികൾ റദ്ദ് ചെയ്ത് KM മാണിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി പാലായ്ക്ക് പോവുകയുണ്ടായി. അതിനുശേഷം തിരികെ വന്ന് പാലാരിവട്ടം തമ്മനം മേഖലകളിൽ അദ്ദേഹം പ്രചാരണം നടത്തുകയുണ്ടായി. അതേസമയം NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം ഇന്ന് കൊച്ചി മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലാണ് വോട്ടഭ്യർത്ഥനയുമായി എത്തിയത്. മധ്യകേരളത്തിലെ മറ്റു ജില്ലകളിലും KM മാണിയുടെ നിര്യാണത്തെ തുടർന്ന് പ്രചരണ പരിപാടികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ മാണിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നാളെ വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും. കാണാം കോട്ടയത്ത് നിന്നും ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരള കോൺഗ്രസ് എം നേതാവായിട്ടുള്ള KM മാണിയുടെ വേർപാടാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ആലപ്പുഴ കോട്ടയം ജില്ലയിലെ സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ രംഗത്ത് സജീവമാകാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. പ്രധാനമായിട്ടും മാണിയുടെ വേർപാട് നിലവിൽ ആലപ്പുഴ MLA കൂടിയായിട്ടുള്ള ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ്, ചിറ്റയം ഗോപകുമാർ അടക്കമുള്ളവരുടെ സഹപ്രവർത്തകൻ കൂടിയായിരുന്നു KM മാണി. ഇത്തരത്തിലുള്ള ഒരു അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയുടെ വേർപാട് വളരെയധികം സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ രംഗത്ത് വളരെയധികം മുൻപോട്ട് പോകാൻ സാധിച്ചില്ല കഴിഞ്ഞ 2 ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ 2 ദിവസങ്ങളായിട്ട് കാര്യമായിട്ട് പ്രചരണ രംഗത്ത് ഇവർ സജീവമായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇന്ന് വൈകിട്ടോടെ KM മാണി എന്തായാലും KM മാണി കോട്ടയത്തും അതോടൊപ്പം തന്നെ പാലായോടും അതോടൊപ്പം കേരള രാഷ്ട്രീയത്തോടും ഒക്കെ തന്നെ വിട പറഞ്ഞു യാത്രയായിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ചില സ്ഥാനാർത്ഥികളെങ്കിലും മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വോട്ടഭ്യർത്ഥിച്ചെത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 2-3 ആഴ്ചയെ വളരെയധികം സജീവ പ്രചരണ രംഗത്തായിരുന്നു ഈ സ്ഥാനാർത്ഥികളെങ്കിൽ കൂടി കഴിഞ്ഞ ദിവസമുണ്ടായ KM മാണിയുടെ വേർപാട് സത്യത്തിൽ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളെ അതീവ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിച്ചു. ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫിൻ്റെ പ്രചരണ വേളയിലായിരുന്നു ഇത്തരത്തിലൊരു KM മാണിയുടെ വേർപാട് കേരള ജനതയെ അറിഞ്ഞത്. ആലപ്പുഴയിലെ പ്രചരണ വേളയിൽ CPM സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ പ്രചരണ രംഗത്ത് സജീവമായിരുന്ന ഘട്ടത്തിലായിരുന്നു KM മാണിയുടെ വേർപാട് അറിഞ്ഞത്. ഉടൻ തന്നെ അദ്ദേഹം പങ്കെടുത്ത പൊതുയോഗം നിർത്തിവെക്കുകയും അതിനുശേഷം 1 മിനിറ്റ് വേദിയിലുണ്ടായിരുന്ന G. സുധാകരൻ അടക്കമുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ സദസ്സിലുണ്ടായിരുന്നവരൊക്കെ തന്നെ എഴുന്നേറ്റ് നിന്ന്
KM മാണിയോടുള്ള ദുഃഖം രേഖപ്പെടുത്തിയതിനു ശേഷം യോഗം നിർത്തിവെക്കുകയായിരുന്നു. ഇത്തരത്തിൽ കേരളത്തിന് തന്നെ വളരെ ഒരു നഷ്ടമാണ് KM മാണിയിലൂടെ സംഭവിച്ചത് എന്നുള്ളതായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്. അതിനുശേഷം കോടിയേരി നേരെ പോയത് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്ന ആശുപത്രിയിലേക്കായിരുന്നു. എന്തായാലും നാളെ മുതൽ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ, അതായത് ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ സജീവമായിട്ട് രംഗത്തുണ്ടാവും. തിരഞ്ഞെടുപ്പ് രംഗം വീണ്ടും ചൂടുപിടിച്ച് രംഗത്തും സജീവമാകാനുള്ള സാധ്യതയാണ്. ഇനിയിപ്പോൾ ഏതാണ്ട് 1.5 ആഴ്ചകൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിനായിട്ട് അവശേഷിക്കുന്നത്. ഈ അവസാന ദിവസങ്ങളിൽ ഇനി തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരിക്കും വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കുള്ളത്. KM മാണിയുടെ നിര്യാണത്തെ തുടർന്ന് ഇടുക്കി ജില്ലയിലും പ്രചരണ പരിപാടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി വീണ്ടും നാളെ മുതൽ പ്രചരണ രംഗത്ത് സജീവമാകും. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ സംഘടനകളുടെയും ദേശീയ നേതാക്കൾ ഇടുക്കിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇടുക്കിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെ പ്രധാന ആകർഷണം. കാണാം ഇടുക്കിയിൽ നിന്നും സമീർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഇനി 11 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ഇടുക്കിയിലും പ്രചാരണ രംഗം സജീവമാണ്. ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇന്ന് പ്രധാനമായും വോട്ട് അഭ്യർത്ഥിച്ചത് കോതമംഗലം നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. നാളെ അദ്ദേഹം ഉടുമ്പൻചോല മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും വോട്ട് അഭ്യർത്ഥിക്കുക. ജോയ്സ് ജോർജിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വനിതകളുടെ സാന്നിധ്യവും ഈ മണ്ഡലത്തിൽ എങ്ങുമുണ്ട്. വനിതാ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമാണ് ജോയ്സ് ജോർജിന് വേണ്ടിക്കൊണ്ട് നടന്നു വരുന്നത്. അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖരുടെ നിരയാണ് മണ്ഡലത്തിൽ എങ്ങും ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ജോയ്സ് ജോർജിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മണ്ഡലത്തിൽ എത്തിയിരുന്നു. വരും ദിവസങ്ങളിലും പ്രമുഖരുടെ സാന്നിധ്യമുണ്ട്. 16-ാം തീയതി CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും 17-ാം തീയതി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും എത്തുന്നുണ്ട്. നേതാക്കളുടെ സാന്നിധ്യം വലിയൊരു ഊർജ്ജമാണ് മണ്ഡലത്തിലെ പ്രവർത്തകർക്കും നേതാക്കൾക്കും നൽകുന്നത്. അതേസമയം UDFന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത്. ഇന്ന് സ്ഥാനാർത്ഥിക്ക് പൊതുപര്യടനം ഉണ്ടായിരുന്നില്ല. UDFന്റെ പ്രമുഖ നേതാവും കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനുമായിട്ടുള്ള KM മാണിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഇന്നത്തെ പൊതുപര്യടനം മാറ്റിവെക്കുകയായിരുന്നു. അടുത്ത ദിവസം മണ്ഡലത്തിൽ വലിയ ഒരു പ്രമുഖരുടെ സാന്നിധ്യം അടുത്ത ദിവസങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. 13-ാം തീയതി പ്രതിപക്ഷ നേതാവും 14-ാം തീയതി AICC വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള AK ആന്റണിയും എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് UDF ക്യാമ്പിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ NDAയുടെ സ്ഥാനാർത്ഥി ബിജു കൃഷ്ണനും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. BDJSന്റെ പ്രതിനിധിയാണ് ബിജു കൃഷ്ണൻ. അദ്ദേഹം ഇന്നലെയും ഇന്നും ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. ഉടുമ്പൻചോലയിൽ BDJSന് വലിയൊരു സ്വാധീനമുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസവും തുടർച്ചയായിക്കൊണ്ടാണ് അവിടെ വോട്ട് അഭ്യർത്ഥിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് മണ്ഡലത്തിൽ എങ്ങും പുരോഗമിക്കുന്നത്. ശക്തന്റെ മണ്ണിലും തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുകയാണ്. തൃശൂരിൽ വോട്ടർമാരെ കണ്ട് വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇതോടുകൂടി മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇവിടെ പൂർത്തിയാവുകയാണ്. മലബാർ മേഖലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി AK ലതീഷ് ചേരും. വടക്കൻ കേരളത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണം ആവേശകരമായി പുരോഗമിക്കുകയാണ്. വയനാട് കൽപ്പറ്റയെ ചുവപ്പണിയിച്ച് LDFന്റെ കൂറ്റൻ റാലിയാണ് ഇന്ന് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഉദ്ഘാടനം ചെയ്തു. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച അമിത്ഷായ്ക്ക് ശക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. LDF പ്രചരണത്തിനായി പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും വയനാട് മണ്ഡലത്തിലെത്തി. അനൂപ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ 4ാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൽപ്പറ്റയിൽ LDF റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത്. രാവിലെ തന്നെ ആയിരക്കണക്കിന് പ്രവർത്തകർ കൽപ്പറ്റ നഗരത്തിലേക്ക് ഒഴുകിയെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത്. അമിത്ഷായുടെ പാകിസ്ഥാൻ പരാമർശത്തിനെതിരെ അദ്ദേഹം പൊതുയോഗത്തിൽ ഇങ്ങനെ മറുപടി നൽകി. രാജ്യത്തിലെ BJPയുടെ അധ്യക്ഷൻ അദ്ദേഹം എന്തും വിളിച്ചു പറയാൻ കേമനായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ മുതലേ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. ഇന്നലെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അത് വയനാടിനെ ആകെ അവമാനിച്ചുകൊണ്ടാണ്. വയനാടിലെ യോഗം കണ്ടാൽ പാകിസ്ഥാനിലെ യോഗമാണെന്ന് തോന്നുന്നതാണ് പറഞ്ഞത്. വയനാടിനെ പറ്റി വല്ലതും അദ്ദേഹത്തിന് അറിയോ? ഈ രാജ്യത്തിൻ്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ വയനാട് വഹിച്ച പങ്കിനെക്കുറിച്ച് വല്ല ഗ്രാഹ്യവും അദ്ദേഹത്തിനുണ്ടോ? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും പങ്കുവഹിച്ചില്ലെങ്കിലല്ലേ അത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ നടന്ന സമരം, ആ കാലത്ത് തന്നെ പഴശ്ശിരാജയുടെ കൂടെ ഏറ്റവും വിശ്വസ്തരായി അണിനിരുന്നത് വയനാടിൻ്റെ കുറിച്യപ്പടയായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അങ്ങനെയൊരു ധാരണ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ വയനാടിനെ പാകിസ്ഥാനോട് ഓമിക്കാൻ തോന്നുമോ? ഇത് കണ്ടാൽ പാകിസ്ഥാനിലാണെന്ന് തോന്നുമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ യോഗം കണ്ടാൽ അത്തരത്തിലൊരു നാടിനെ അവമാനിക്കാൻ പാടുണ്ടോ? പൊതുയോഗത്തിന് ശേഷമാണ് റോഡ് ഷോ ആരംഭിച്ചത്.
മന്ത്രിമാരായ എം മണി, കെ ശൈലജ ടീച്ചർ, വി എസ് സുനിൽകുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ തുറന്ന വാഹനത്തിൽ ഏതാണ്ട് 3 കിലോമീറ്ററോളം റാലിയിൽ പങ്കെടുത്ത ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. പ്രകാശ് കാരാട്ടും ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. മുക്കത്ത് നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. കോൺഗ്രസ് വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് അദ്ദേഹം പൊതുയോഗത്തിൽ പറഞ്ഞു. We know from the history of the past that the Congress party is unreliable when it comes to a firm commitment to fight communalism. Time and again they have compromised with the communal forces. They have made opportunistic deals with the communal forces. വയനാട്ടിൽ ശക്തി പ്രകടനമാണ് LDF ഉദ്ദേശിച്ചത്. എന്നാൽ ഉദ്ദേശത്തിൽ കവിഞ്ഞ് ആയിരങ്ങൾ റാലിയിലേക്ക് ഒഴുകിയെത്തി. കൽപ്പറ്റ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച റാലിയിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറെ മുന്നിലെത്തിയതിന്റെ ആവേശത്തിലാണ് LDF. വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിലെത്തി. 3 കേന്ദ്രങ്ങളിലായി നടന്ന പൊതുയോഗത്തിലേക്ക് വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത്. LDF സ്ഥാനാർത്ഥി പി ജയരാജൻ കൂത്തുപറമ്പിലും UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പേരാമ്പ്രയിലും പര്യടനം നടത്തി. വടകരയിൽ നിന്നും PV കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വടകര മണ്ഡലത്തെ ആവേശത്തിലാത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സംബന്ധിച്ചത്. വൈകിട്ട് 4 മണിയോടുകൂടി കൊയിലാണ്ടിയിലും അതിനുശേഷം വടകരയിലും പിന്നീട് കുറ്റ്യാടിയിൽ നടന്ന പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിച്ചു. 3 കേന്ദ്രങ്ങളിലുമായി 10,000 കണക്കിന് ജനങ്ങളാണ് മുഖ്യമന്ത്രിയെ കാണാനും മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനും വേണ്ടി എത്തിയത്. കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പ്രസംഗത്തിലുടനീളം മുഖ്യമന്ത്രി ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അവരുടെ നിലപാടിലെ പാപ്പരത്വമാണ് കാണിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുപോലെ തന്നെ LDFന്റെ കരുത്തെന്താണെന്ന്, വയനാട്ടിലെ LDFന്റെ കരുത്തെന്താണെന്ന് ഇന്ന് കൽപ്പറ്റയിൽ നടന്ന റോഡ് ഷോ കാണിച്ചു കൊടുത്തു. കേരളത്തിലെ എമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ടുവന്നാണ് രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ റോഡ് ഷോ നടത്തിയെങ്കിൽ ഇന്ന് കൽപ്പറ്റ മണ്ഡലത്തിലെ പ്രവർത്തകർ LDFന്റെ പ്രവർത്തകർ മാത്രമാണ് ആ റോഡ് ഷോയിൽ പങ്കെടുത്തത്. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം വയനാട്ടിലെ LDFന്റെ കരുത്താണ് വിളിച്ചോതിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മത്സരിക്കാൻ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക വേവലാതിയൊന്നുമില്ല. ഇന്ന് കൽപ്പറ്റയിൽ കണ്ടു എന്താണ് LDFന്റെ കരുത്ത് എന്ന്. രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോ കേരളത്തിലെ ഏറെക്കുറെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുള്ള റോഡ് ഷോ ആയിരുന്നു. അതിനെ കവച്ചു വെക്കുന്ന റോഡ് ഷോ LDF ഇന്ന് കൽപ്പറ്റയിൽ നടത്തി. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു അസംബ്ലി മണ്ഡലം മാത്രം കേന്ദ്രീകരിച്ചു. ഞങ്ങൾ നേരിടാൻ തയ്യാർ. അത് തന്നെയാണ് നേരത്തെ നൽകിയ സന്ദേശം. ഇപ്പോഴും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. LDF സ്ഥാനാർത്ഥി പി ജയരാജൻ ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മനാടായ കൂത്തുപറമ്പിലാണ് പര്യടനം നടത്തിയത്. ആവേശകരമായ സ്നേഹോഷ്മളമായ വരവേൽപ്പാണ് പി ജയരാജന് അദ്ദേഹത്തിന്റെ ജന്മനാട് നൽകിയത്. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇന്ന് പര്യടനം നടത്തിയില്ല. KM മാണിയുടെ കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണിയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതിനാൽ, അന്ത്യകർമ്മങ്ങൾ നടക്കുന്നതിനാൽ ഇന്ന് UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം ഉണ്ടായില്ല. NDA സ്ഥാനാർത്ഥി VK സജീവനും ഇന്ന് മണ്ഡലത്തിൽ പര്യടനം നടത്തി. കാസർകോട്ടെ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ 3ാം വട്ട മണ്ഡല പര്യടനം തുടരുകയാണ്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണമാണ് സതീഷ് ചന്ദ്രന് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് കുണ്ടാറും മണ്ഡലത്തിൽ പര്യടന രംഗത്ത് സജീവമാണ്. കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫിന്റെ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പ്രചാരണ രംഗത്ത് വളരെയേറെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രചാരണം തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലായിരുന്നു. നേരത്തെ അദ്ദേഹം തൃക്കരിപ്പൂരിന്റെ MLA ആയിരുന്നു. അക്കാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭേദ്യമായ ബന്ധം, ഇതെല്ലാം സ്വീകരണങ്ങളിൽ പ്രതിഫലിച്ചു. പ്രത്യേകിച്ച് കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ സ്വീകരണങ്ങളിൽ വൻ ജനപങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു. ചീമേനി രക്തസാക്ഷികളുടെ മണ്ണ് അദ്ദേഹത്തിന് അത്യന്തം ആവേശപൂർവ്വമാണ് വരവേറ്റത്. വൈകിട്ട് വളരെ വൈകി കൊയ്യാമ്പുറത്തായിരുന്നു സ്വീകരണം സമാപിച്ചത്. ചില മാധ്യമങ്ങളുടെ പ്രീപോൾ സർവേ ഫലം എന്തുതന്നെയായാലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF ചരിത്ര വിജയം ആവർത്തിക്കുമെന്ന് KP സതീഷ് ചന്ദ്രൻ ആത്മവിശ്വാസത്തിലാണ്. മഹാനായ AKജിയെ പാർലമെന്റിലേക്ക് അയച്ച ഈ മണ്ഡലം റിക്കാർഡ് ഭൂരിപക്ഷത്തിന് LDF വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾ ഏറ്റെടുക്കണം. LDFന്റെ പ്രചരണാർത്ഥം
മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട്ട് പ്രസംഗിക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്താന് വേണ്ടി ഇതിനകം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളൊക്കെ പ്രചാരണത്തിനെത്തി. പ്രധാന താരം AK ആന്റണിയായിരുന്നു. എന്നാൽ BJPക്ക് വേണ്ടി കാര്യമായ നേതാക്കളാരും ഇതുവരെ പ്രചാരണത്തിനെത്തിയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. നാളെ KP സതീശന്റെ പ്രചാരണം കല്യാശ്ശേരി മണ്ഡലത്തിലാണ്, മറ്റന്നാൾ പയ്യന്നൂർ മണ്ഡലത്തിലും. ഇതോടുകൂടി അദ്ദേഹത്തിന്റെ പൊതുപ്രചാരണ പരിപാടിക്ക് സമാപനം കുറിക്കുകയാണ്. തുടർന്നങ്ങോട്ട് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കണ്ടുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.